ഓരോ വാഹന നിർമ്മാതാക്കളും ദിനവും പുതിയ പുതിയ വാഹനങ്ങളാണ് ഇറക്കാറ്. ഈ വാഹനങ്ങൾ ഇറക്കുകയും ഉടൻ തന്നെ ഇതിൻ്റെ വിലയിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ആദ്യം മാരുതി അടുത്തിടെ വില കൂട്ടുകയുണ്ടായി. ഇപ്പോൾ ഹുണ്ടായും ചെറുകാറുകളുടെ എല്ലാ മോഡലുകൾക്കും വില കൂട്ടുകയുണ്ടായി. ഇത്തരത്തിൽ വാഹനരംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അപ്പോൾ നിങ്ങളിലെത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറുകാറുകളുടെ ഇടയിലേക്ക് ഒരു വിപ്ലവം സൃഷ്ടിച്ചെത്തിയ വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസുക്കി. അവർ ഇന്ത്യയിൽ എത്തിയ കാലം മുതൽ ഇന്നുവരെയും ഈ വിഭാഗം പൂർണ്ണമായും കൈയടക്കിയിരിക്കുകയും ചെയ്യുകയാണ്. മാരുതി സുസുക്കി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു വാഹനവും മാരുതിയുടെ ഓൾട്ടോ എന്നൊരു മോഡലാണ്. ഈ ഓൾട്ടോയെ ഒന്നുകൂടി പരിഷ്കരിച്ച് അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ പ്രകടനത്തിലും മാറ്റം വരുത്തി ഇറക്കിയിരിക്കുകയാണ്. കെ സീരീസ് എഞ്ചിൻ ഘടിപ്പിച്ച പുതിയ മാരുതി കേട്ടനാണ് നമ്മൾ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിലൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. മാരുതി 800 നിരത്തുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഓൾട്ടോ എന്ന മോഡലിനെ മാരുതി സുസുക്കി നിരത്തിലെത്തിക്കുന്നത്. ആ വേളയിൽ ചുരുക്കം ചില വാഹന നിർമ്മാതാക്കൾ മാത്രമാണ് ചെറുകാറുകളെ നിർമ്മിച്ചിരുന്നത്. ആദ്യം നിരത്തിലിറക്കിയ ഓൾട്ടോയെ പിന്നീട് ഒന്നുകൂടി പരിഷ്കരിച്ച് ഹെഡ്ലാമ്പിലും ഗ്രില്ലിലും മാറ്റം വരുത്തി. അപ്പോൾ 1.1 ലിറ്ററിൽ നിന്ന് 800 സിസിയിലേക്ക് കരുത്ത് കുറയ്ക്കുകയും ചെയ്തു. ഈ മോഡലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മോഡൽ. ആ വേളയിൽ മറ്റു പലരും ചെറുകാറുകളുമായി എത്തിയിരുന്നു എന്നതും ശ്രദ്ധേയം. 800-നേക്കാൾ കൂടുതൽ വിറ്റഴിക്കുന്ന ഈ മോഡൽ ഓരോ മാസവും 20,000 യൂണിറ്റുകളാണ് പുറത്തിറക്കുന്നത്. കാലാനുസൃതമായ മാറ്റം ഓൾട്ടോയിലും വരുത്താൻ ശ്രമിച്ചതിന്റെ ഫലമായി ഓൾട്ടോയിൽ കേട്ടൺ എഞ്ചിൻ ഘടിപ്പിക്കുകയും പേരിനൊപ്പം ഓൾട്ടോ കേട്ടൺ എന്നുകൂടി ചേർക്കുകയും ചെയ്തു. ഇത്രയും മാറ്റങ്ങൾ വരുത്തിയപ്പോൾ രൂപത്തിലും മാറ്റങ്ങൾ വന്നു. അങ്ങനെ 1000 സിസി കരുത്തുമായി കേട്ടൺ നിരത്തിലെത്തി. ഈ കേട്ടൺ എഞ്ചിൻ ഇതിനകത്ത് ഘടിപ്പിച്ചതോടൊപ്പം തന്നെ ഇതിൻ്റെ രൂപത്തിലും മാറ്റം വരുത്തി. ആ രൂപത്തിൽ ഓരോ മാറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം ഇതിൻ്റെ വലിപ്പത്തിൽ ഒരു 125 മില്ലിമീറ്റർ നീളം കൂട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഒരു ഈഗിൾ ഐയോടുകൂടി ആ ഒരു ഡിസൈൻ, ആ ഒരു ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെഡ്ലാമ്പാണ്. ആ ഹെഡ്ലാമ്പ് ആണെങ്കിലും ശരി, പഴയ ഒരു ഓൾട്ടോയുടെ ഒരു ബോണറ്റിൻ്റെ ആ ഒരു ഈ ഭാഗമാണെങ്കിൽ ഇതൊരു പുതിയ ബമ്പറും അതുപോലെ തന്നെ പുതിയൊരു ഹെഡ്ലാമ്പും വെച്ചിരിക്കുകയാണ്. അതുപോലെ ഗ്രില്ലിനും വലിപ്പം കൂട്ടി. ഈ വലിപ്പങ്ങളൊക്കെ ശരിക്കും ഈ വാഹനത്തിന് കുറച്ചുകൂടി ഒരു വലിപ്പം നമുക്ക് തോന്നിക്കുന്ന രീതി, കാരണം ഒരു എസ്റ്റിലൂടെയൊക്കെ ആ ഒരു വലിപ്പത്തോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഫോഗ് ലാമ്പ് ഘടിപ്പിച്ച ഭാഗവും ഈ ഹെഡ്ലാമ്പിൻ്റെ ഒരു ഡിസൈൻ പോലെ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് പോർഷനും അതിൽ ഫോഗ് ലാമ്പ് ഘടിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ താഴെയുള്ള എയർ ഡാമ്പിലുള്ള ഒരു വലിപ്പവും ആ ഗ്രില്ലിനും ഒക്കെ ഒരു വലിപ്പം തന്നെ ഇത് നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കേണ്ടത് ഈ ബോണറ്റിന് കുറച്ചുകൂടി വലിപ്പം കൂട്ടി. കാരണം ഈ ഒരു കേട്ടൺ എഞ്ചിൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ബോണറ്റിന് കുറച്ച് വലിപ്പം കൂട്ടി. ആ ഒരു വലിപ്പവും എന്നാൽ പൊതുവിലൊരു ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഓൾട്ടോ കണ്ടതിലും കുറച്ചുകൂടി ഒരു മാറ്റം നമുക്ക് പ്രകടമായി തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഇതിൻ്റെ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ മിററായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഒരു മിററാണ്. അത് നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് സെന്നിലാണ്. ആ മിറർ ഇതിൽ തന്നെ ഘടിപ്പിച്ചു. അത് 2 മിററുണ്ട് ഈ വാഹനത്തിൽ, ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പല കാര്യങ്ങളും ഇതിനകത്ത് ആക്സസറീസ് ആക്കി തന്നെ ഘടിപ്പിച്ചിരുന്നെങ്കിൽ അത് പലതും ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ ഫിക്സ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു റബ് റെയിൽ, അതിൽ ഓൾട്ടോ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു റബ് റെയിൽ, അതുപോലെ തന്നെ വീൽ കപ്പ് 4 വീലിലും ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. നോർമലി പിന്നെ അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ആ ഒരു നീളം, പൊതുവിൽ ഞാൻ പറഞ്ഞ പോലെ ആ 125 മില്ലിമീറ്ററിൻ്റെ ആ ഒരു നീളം നമുക്ക് വശങ്ങളിൽ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വരുത്തിയിരിക്കുന്ന മാറ്റം ഇതിൻ്റെ പിൻഭാഗത്താണ്. ഈ പിൻഭാഗത്ത് മാറ്റം വരുത്തിയിരിക്കുന്നത് പ്രകടമായ മാറ്റം തന്നെയാണ്. ആ മാറ്റം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റാണ്. ബ്രേക്ക് ലൈറ്റ് ഒരു പുതിയ രീതിയിൽ തന്നെ ബ്രേക്ക് ലൈറ്റ് ഘടിപ്പിച്ചു. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗമാണെങ്കിലും ശരി, അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് പോർഷനായിട്ട് ആ ഒരു ഹാൻഡിൽ, അതിന് മുകളിൽ ലോഗോ, ഇതെല്ലാം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഈ ഒരു ബാക്ക് കാണുമ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന സെന്നിൻ്റെ ഒരു ബാക്കിനോടൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു സാദൃശ്യം നമുക്ക് തോന്നുന്ന രീതിയിലാണ്. നിരത്തുകളിൽ ഏറ്റവും സജീവമായതിനാൽ ഇതിൻ്റെ രൂപശൈലിയും സാധാരണമായി. അതിനാലാകണം കേട്ടണിന് ചെറുതെങ്കിലും രൂപമാറ്റം വരുത്താൻ ഇവർ ശ്രമിച്ചത്. നിലവിലുള്ളതിനേക്കാൾ 125 മില്ലിമീറ്റർ നീളക്കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ.
3620 മില്ലിമീറ്റർ നീളമാണ്. വീതി 1475 മില്ലിമീറ്റർ, ഉയരം 1460 മില്ലിമീറ്ററും. 160 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനത്തിന് 2360 മില്ലിമീറ്റർ വീൽ ബേസുമുണ്ട്. മുൻവശത്തിന് വരുത്തിയ മാറ്റങ്ങൾ പ്രകടമാണ്, അതുപോലെ തന്നെ വലിപ്പം തോന്നിക്കുന്നതുമാണ്. 13 ഇഞ്ച് ട്യൂബ്ലെസ് ടയറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. വലിപ്പ കൂടുതൽ ഹാൻഡ്ലിംഗിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കുന്നതിന് കൂടിയാണ് ടയർ സൈസ് കൂട്ടിയതും. പുറകുവശത്തും മാറ്റങ്ങൾ ശ്രദ്ധേയം. പഴയ ഡിക്കിയല്ല. പഴയതിൽ നിന്നും വ്യത്യസ്തമായി ബമ്പറിൽ നിന്നും നമ്പർ പ്ലേറ്റ് പുറകു ഡോറിലേക്ക് മാറ്റി ഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പുറകു ബമ്പറും പുതിയതാക്കി. പുറകു വിൻസ്ക്രീൻ ഡിസൈനിലും രൂപമാറ്റം വരുത്തി. പുറമോടിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെ ഉൾഭാഗത്തും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം പഴയ ഓൾട്ടോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, കുറച്ചുകൂടി ഒരു ഹൈറ്റ് നമുക്ക് സീറ്റിന് തോന്നുന്നു. അല്ലെങ്കിൽ സീറ്റിൻ്റെ ഒരു കുഷ്യൻ ആണെങ്കിലും കുറച്ചുകൂടി നമുക്കൊരു കട്ടി തോന്നുന്ന രീതിയിൽ. എന്നാൽ ചാരി ഇരിക്കുന്നതാണെങ്കിലും ഇരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ശരി, നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട്. പിന്നെ 3 സ്പോക്കായ സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീൽ ഇപ്പോഴത്തെ വാഗണാറിലും ഇസ്റ്റോയിലും കാണുന്ന രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. അതിന് മധ്യത്തിലായിട്ട് ആ സുസുക്കിയുടെ ലോഗോ ഒരു അലൂമിനിയം ഫിനിഷോട് കൂടി തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു. പിന്നെ വരുത്തിയിരിക്കുന്ന മറ്റേ മീറ്റർ കൺസോളാണ്. 3 മീറ്ററുകളാണ്, 3 റിങ്ങുകളാണ് ഇതിനകത്ത്. അതിലൊന്നിൽ RPM മീറ്ററും പിന്നെ സ്പീഡോ മീറ്ററും. അതിൽ ഒരു ഭാഗത്തായിട്ട് ഡിജിറ്റലായിട്ട് ഫ്യൂവൽ ഗേജ് രേഖപ്പെടുന്നു. നേരത്തെ അത് അനലോഗ് ആയിരുന്നെങ്കിൽ അതിപ്പോൾ ഡിജിറ്റലാക്കി അതിൽ തന്നെയാണ് നമ്മളുടെ ട്രിപ്പ് മീറ്ററും ഓഡോ മീറ്ററും ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമലി ആ ഒരു ഗിയർ ലിവറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു രീതിയിലുള്ളൊരു ഡിസൈനിൽ തന്നെയാണ്, കുറച്ചുകൂടി ഒരു സ്പോർട്ടി ആകുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗിയർ ലിവറാണ്. ഇതൊരു കേബിൾ ലിങ്കേജ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ഒരു പരിധി വരെ കുറയ്ക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഇതാകുമെന്ന് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഹെഡ് റെസ്റ്റ് ഈ സീറ്റിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ചുകൂടി ഒരു സ്പേസ് ഒക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ. പിന്നെ ഫ്രണ്ട് ഡോർ രണ്ടും പവർ വിൻഡോ ഇതിനകത്ത് ഇൻബിൽട്ടാണ്. നേരത്തെ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ഓൾട്ടോയിലൊക്കെ അത് മാനുവലായിട്ട് തന്നെ നമ്മൾ വെക്കണമായിരുന്നെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് പവർ വിൻഡോ ആണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡ് വ്യൂ മിറർ നമുക്ക് അകത്തിരുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കഴിയുള്ള ഒരു ലിവർ ഇതിനകത്തുണ്ട്. അത് രീതിയിലാണ് നമുക്കിത്. അങ്ങനെയും കുറച്ച് കംഫർട്ട് ലെവൽ കൂട്ടാൻ മാരുതി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം നേരത്തെ ഇറങ്ങിയിരിക്കുന്ന ഓൾട്ടോയിൽ നിന്ന് ഇതൊക്കെയാണ് പ്രധാനമായ മാറ്റങ്ങൾ. പിന്നെ ഇന്റീരിയറിൻ്റെ ഒരു ഡിസൈൻ പാർട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ഷേപ്പും ആ ഒരു പ്ലാസ്റ്റിക്കും ഒക്കെ ഏകദേശം പഴയ ഓൾട്ടോയ്ക്കുള്ളതുപോലെ തന്നെയാണ്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ കേട്ടൺ എഞ്ചിൻ്റെ ഒരു ഡ്രൈവ് എത്തരത്തിലാണെന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ നോക്കാം. വലിപ്പ കൂടുതൽ ഉൾവശത്തെ ബാധിച്ചിട്ടില്ല. പൊതുവിൽ ഒരു ഡ്യുവൽ ടോൺ നിറമാണ്. സ്റ്റിയറിംഗിലും സീറ്റിലും വരുത്തിയ മാറ്റങ്ങളല്ലാതെ എടുത്തു പറയത്തക്ക യാതൊരു പ്രത്യേകതകളും ഇതിനുള്ളിൽ കാണാൻ സാധിക്കുകയുമില്ല. പുറകു സീറ്റ് ഫോൾഡ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ഡിക്കി സ്പേസ് കൂട്ടുവാനും സാധിക്കും. ഇമ്മൊബിലൈസർ, ചൈൽഡ് ലോക്ക്, ഫോഗ് ലാമ്പ്, മുൻ പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ് ഇവയെല്ലാം സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റുമാണ്. നമ്മൾ കെ സീരീസ് എഞ്ചിൻ ഘടിപ്പിച്ച പല വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആദ്യം കെ സീരീസ് എഞ്ചിൻ മാരുതി ഘടിപ്പിക്കുന്നത് എ സ്റ്റാറിലായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വാഹനം വാഗണറാണ്. ഈ വാഗണറിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്തും ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പവർ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വലിപ്പം ഈ വാഹനത്തിനില്ലാത്തത് കൊണ്ടും ഈ എഞ്ചിൻ്റെ ഒരു പവർ കാരണം കൃത്യമായിട്ട് തന്നെ ഡെലിവറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അനായാസമായി ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും അതുപോലെ തന്നെയുള്ള ടേണിലൊന്നും നമുക്ക് വളരെ കൂളായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ചെറിയ സിറ്റി ഡ്രൈവ് ആണെങ്കിലും ശരി, ഹൈവേയിലാണെങ്കിലും ശരി, വളരെ അനായാസമായിട്ട് നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. ഈ കേബിൾ ലിങ്കേജ് ആയതുകൊണ്ട് പൊതുവിൽ മാരുതിക്കുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ റിവേഴ്സ് ഒക്കെ ഇടുമ്പോൾ ഒന്ന് സ്ലിപ്പാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓരോ ഗിയറും കൃത്യമായി തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫീലും നമുക്കിത് ഓടിക്കുമ്പം അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. സീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയും പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രത്യേകതയും എടുത്തു പറയേണ്ട ഒരു സവിശേഷത കൂടിയാണ്.
എ സ്റ്റാറിൽ തുടങ്ങി എസ്റ്റിലോ, റിറ്റ്സ്, വാഗണാർ എന്നിവയിൽ ഘടിപ്പിച്ച് വിജയം കൈവരിച്ച K10 എഞ്ചിൻ തന്നെയാണ് ഇതിലും. 998 cc 3 സിലിണ്ടർ K10B എഞ്ചിനാണ്. 6200 RPM 68 PS പവറും 3500 RPM 90 Nm ടോർക്കുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. BS4 മാനദണ്ഡം അനുസരിച്ചുള്ള എഞ്ചിനാണ്. ഇന്ത്യൻ നിരത്തുകളുടെയും സിറ്റിയുടെയും അവസ്ഥയ്ക്ക് അനുസരിച്ച് ഇറക്കിയ മോഡൽ കൂടിയാണ്. 0 നിന്ന് 100 കിലോമീറ്ററിലെത്താൻ 13.3 സെക്കൻഡുകൾ മാത്രം മതി. 35 ലിറ്റർ ശേഷിയാണ് ഇന്ധന ടാങ്കിന്. 1 ലിറ്ററിൽ 20.2 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്.